ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് വലിയ നോമ്പിന്റെ 2025 37 പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ദൈവത്തിന്റെ സ്വഭാവം അഥവാ ദൈവത്തിന്റെ ശൈലി അത് തിരിച്ചറിയുന്നത് ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനത്തിലാണ്. അവിശ്വസ്തയായ ഇസ്രായേലേ, തിരികെ വരിക, ഞാൻ നിന്നോട് കോപിക്കുകയില്ല, ഞാൻ കാരുണ്യവാനാണ്, ഞാൻ എന്നേക്കും കോപിക്കുകയില്ല. ഇതാണ് ദൈവ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത് എന്താണപ്പോൾ? ഭയങ്കര സ്നേഹമാണ്. ഇത് ചേർന്ന് പറയാമോ? ദൈവം എന്താണ്? സ്നേഹമാണ്. എന്നാൽ സാത്താൻ ആരാണ്? അവൻ വെറുപ്പും എതിർപ്പുമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 3:1-5 വരെയുള്ള വേദഭാഗത്ത് സാത്താൻ്റെ ശൈലി, അവൻ സൂത്രശാലിയായി മനുഷ്യനെ പാപം ചെയ്യിക്കാൻ സകല അടവും പ്രയോഗിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ പാപം ചെയ്താൽ ആ സമയം സാത്താൻ്റെ നിലപാടവൻ മാറ്റും. പാപത്തിൽ വീണുപോയ മനുഷ്യനെ കുറ്റപ്പെടുത്തി കുറ്റബോധത്തിൽ കെട്ടിയിട്ട് നശിപ്പിക്കാൻ സാത്താൻ ശ്രമിക്കും. ദൈവമക്കളെ, അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മൾ ദൈവസ്നേഹം ആഴത്തിൽ നിറയാൻ വേണ്ടി ഈ വലിയ നോമ്പിൻ്റെ അവസാന മണിക്കൂറിൽ ദൈവം സ്നേഹമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപയിലേക്ക്, കുറ്റബോധത്തിൽ ആരെങ്കിലുമൊക്കെ കെട്ടപ്പെട്ട് പാപമാണ് എൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന്, എൻ്റെ അസ്വസ്ഥതകൾക്ക്, രോഗങ്ങൾക്ക് എൻ്റെ പാപമാണ് എന്നുള്ള കുറ്റബോധത്തിൽ ആരെങ്കിലുമൊക്കെ ബന്ധിക്കപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് നിരാശപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞ് ആ ദൈവസ്നേഹത്തിലേക്ക് നിറയാൻ വേണ്ടി നിങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.